ഹലോ! എല്ലാവർക്കും സുഖാണല്ലോ? അപ്പൊ ഇന്ന് ഒരു കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ദേവുട്ടന്റെ 3ാമത്തെ പിറന്നാളാണ്. അപ്പൊ ഞങ്ങടെ ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അത്ര വലിയൊരു ഫംഗ്ഷനൊന്നല്ല. ഞങ്ങള് ഫാമിലി എല്ലാവരും കൂടി ഇരുന്നൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയണു. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് അപ്പൊ രാവിലെ നേരത്തെ എണീറ്റിട്ട് വീടൊക്കെ അടിച്ചു വാരലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ദേവൂട്ടനും കണ്ണനും കൂടെ അമ്പലത്തിലൊന്ന് പോയി. അപ്പൊ വിശേട്ടന് വരാൻ പറ്റിയില്ല രാവിലെ. വീടിന്റെ തൊട്ടടുത്ത് നടക്കാവുന്ന ദൂരം തന്നെ ഉള്ളൂ, വിഷ്ണു ക്ഷേത്രമാണ്. അപ്പൊ ആദ്യം അവിടെ പോയിട്ട് തൊഴുതു. പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ശിവക്ഷേത്രം ഉണ്ട്. അപ്പൊ ഞങ്ങൾ കുറച്ചങ്ങോട്ട് നടന്നിട്ട് പോണം. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാട്ടോ അവിടെ, നല്ല ഭംഗിയാണ് കാണാൻ. വൈകുന്നേരത്താണ് എനിക്ക് കൂടുതൽ ഇങ്ങോട്ട് വരാൻ ഇഷ്ടം കേട്ടോ. അപ്പൊ എന്തായാലും ദേവൂട്ടനാണെങ്കിൽ എനിക്ക് നല്ല പണിയും തന്നു. അവൻ ഒരു മിനിറ്റ് നേരം താഴെ ഇറങ്ങിയില്ല, എടുത്തോണ്ട് നടക്കേണ്ടി വന്നു. പിന്നെ കുറെ ചീത്തയൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ദൂരം നടന്നു കേട്ടോ. അങ്ങനെ ശിവക്ഷേത്രത്തിലും പോയി എല്ലാ ഭാഗത്തും നന്നായിട്ടൊക്കെ തൊഴുതു. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മാത്രമേ ഇവിടെ തിരക്കുണ്ടാവുള്ളൂ കേട്ടോ, ഈ രണ്ടമ്പലത്തിലും. കുറച്ചു ദൂരം പിന്നെ കണ്ണൻ ദേവുട്ടനെ എടുത്തു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയിട്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആരും ഒന്നും കഴിക്കാതെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വേഗം അതൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ പണികൾ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. ചേച്ചിയുടെ മോളും ചേട്ടന്റെ ചേച്ചിയുടെ മോളാട്ടോ. അങ്ങനെ എല്ലാവരും വന്നിട്ട് ദേവുട്ടന്റെ കയ്യില് ഡ്രസ്സ് കൊടുക്കാണ്. കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഇടും വേണം. അങ്ങനെ 2 3 ഒക്കെ ഇട്ടിട്ടാണ് നടന്നിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അമ്മ, അനിയൻ, അനിയന്റെ വൈഫ്, പിന്നെ ഞങ്ങളുടെ അച്ചുട്ടൻ അവരെത്തി. പിന്നെ ഏട്ടന്റെ മോളൊക്കെ എത്തി. എല്ലാവരും എത്തി കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ എന്നാ ഇനി കേക്കൊക്കെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കൊടുത്തു. 1ാം പിറന്നാളിനും 2ാം പിറന്നാളിനും ദേവുട്ടൻ കേക്ക് കട്ടിയുമ്പോ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുത്ത സെക്ഷൻ ആയിട്ടുള്ള എന്താ സദ്യ കഴിക്കൽ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ പിസ്ത കളറിലുള്ള വാഴഞ്ചിലയില് സദ്യയും പായസമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ എന്തൊരു ഇഷ്ടമാണെന്നറിയോ. അപ്പൊ അത് ഒരുവിധം വിഭവങ്ങളൊക്കെ ഉണ്ട്. പാലട പ്രഥമനായിരുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരത്താണ് ഇവിടുത്തെ ഏട്ടന്റെ ഏട്ടത്തിയമ്മയും അതുപോലെ എന്റെ ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ വൈകുന്നേരത്താണ് വന്നത്. അവരൊക്കെ ജോലിക്കാരായത് കാരണം ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ വന്ന് അവർ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരും എല്ലാവരും പോയി. അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.